ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവ് ആൻ ഹൂയിയുമായി മുതിർന്ന മാധ്യമപ്രവർത്തക സരസ്വതി നാഗരാജൻ നടത്തുന്ന സംഭാഷണമാണ് മൂന്നാം ദിനത്തിലെ ആകർഷണം. ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ നിള തിയേറ്ററിലാണ് പരിപാടി. ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ ജാക്വസ് ഓഡിയാഡിന്റെ ചിത്രമായ എമിലിയ പെരേസ് പ്രദർശിപ്പിക്കും. ഉച്ചയ്ക്ക് 12-ന് ശ്രീ പത്മനാഭ തിയേറ്ററിലാണ് സിനിമയുടെ പ്രദർശനം. മേളയിലെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ആകെയുള്ള മലയാള ചിത്രങ്ങളിൽ ഒന്നായ ഫെമിനിച്ചി ഫാത്തിമയും ഇന്ന് പ്രദർശിപ്പിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് ശ്രീ പത്മനാഭ തിയേറ്ററിൽ തന്നെയാണ് പ്രദർശനം. അടിച്ചമർത്തലിനെതിരെയുള്ള വീട്ടമ്മയുടെ ചെറുത്തുനിൽപ്പാണ് ചിത്രത്തിന്റെ പ്രമേയം. ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 4-ഉം ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ്, മലയാളം സിനിമ ടുഡേ എന്നീ വിഭാഗങ്ങളിലായി 5 ചിത്രങ്ങളും ഇന്ന് പ്രദർശനത്തിനെത്തും. ലൈഫ് ടൈം അച്ചീവ്മെന്റ് വിഭാഗത്തിലും ലാറ്റിൻ അമേരിക്കൻ വിഭാഗത്തിലും ഓരോ ചിത്രങ്ങൾ എന്നിവയാണ് ആസ്വാദകർക്ക് മുന്നിലെത്തുന്നത്. ഒരു കെനിയൻ ഗോത്രഗാനത്തിന്റെ പിന്നിലുള്ള ചരിത്രം അന്വേഷിക്കുന്ന കഥ പറയുന്ന ജിതിൻ ഐസക് തോമസിന്റെ പാത്ത് മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. വൈകുന്നേരം 6:15-ന് ശ്രീ തിയേറ്ററിലാണ് പ്രദർശനം. മെമ്മറീസ് ഓഫ് എ ബേണിംഗ് ബോഡി, മാലു, ഭാഗ്ജൻ, കാമദേവൻ നക്ഷത്രം കണ്ടു തുടങ്ങിയ വ്യത്യസ്തമായ സിനിമകളും ആസ്വാദകർക്ക് മുന്നിലെത്തും. വേൾഡ് സിനിമ ടുഡേ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന സിനിമയായ ക്വീർ 1960-ൽ മെക്സിക്കോയിലെ 2 പുരുഷന്മാർക്കിടയിൽ ഉരുത്തിരിഞ്ഞ പ്രണയത്തിന്റെ കഥയാണ് പറയുന്നത്. ചിത്രത്തിന്റെ പ്രദർശനം അജന്ത തിയേറ്ററിലാണ് നടക്കുക. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.